സ്കോളർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിപ്പോസിഷന്റെ അവസാന ഭാഗങ്ങളെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തത് ടുവേർഡ്സ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ടുവേർഡ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചലനത്തിന്റെ ദിശയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ടുവേർഡ്സ്. ഒരു ഉദാഹരണം പറയാം. ഷീ റാൻ ടുവേർഡ്സ് ദ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത പ്രിപ്പോസിഷൻ അറൌണ്ട്, മീനിങ് ഓൺ ഓൾ സൈഡ്സ് ഓഫ്, ചുറ്റുപാടും എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ലുക്ക്ഡ് അറൌണ്ട് ദ ബിൽഡിംഗ്. അടുത്ത പ്രിപ്പോസിഷൻ ഓൺ ടു, മീനിങ് ടു എ പൊസിഷൻ ഓൺ. എക്സാമ്പിൾ, he jumped on to his horse. അടുത്തത് beneath, meaning under, ചുവട്ടിൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, there are a lot of flowers beneath the tree. അടുത്ത പ്രിപ്പോസിഷൻ behind, പിന്നിൽ, towards the back എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, she stood behind the door. അടുത്തത് അപ്പ്, ഹയർ ലെവലിലേക്ക് എന്ന്, ഉയരത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് അപ്പ്. ഇൻഡിക്കേറ്റിംഗ് എ ഹയർ ലെവൽ എന്ന സെൻസിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഹി ക്ലൈംബ്ഡ് അപ്പ് ദ ട്രീ. അടുത്തത് അപ്പോൺ, ഒരു സർഫേസിന്റെ മുകളിലേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അപ്പോൺ. ടു ഇൻഡിക്കേറ്റ് എ മൂവ്മെന്റ് ഓൺ എ സർഫേസ് ഓഫ്. ഫോർ എക്സാമ്പിൾ, ദ കാറ്റ് ജംപ്ഡ് അപ്പോൺ എ റാറ്റ്. അടുത്തത് അപ് ടു ഇൻഡിക്കേറ്റ് എക്സ്റ്റൻഷൻ ആസ് ഫാർ ആസ് എ സ്പെസിഫിക് പ്ലേസ്. എക്സാമ്പിൾ, ചിൽഡ്രൻ ക്യാൻ ഗെറ്റ് ഫ്രീ എഡ്യൂക്കേഷൻ അപ് ടു ദ ഏജ് ഓഫ് 14. അടുത്തത് ഇൻസൈഡ്, ഇന്നർ സൈഡ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഷി വാസ് സ്റ്റാൻഡിംഗ് ജസ്റ്റ് ഇൻസൈഡ് ദ ഗേറ്റ്. അടുത്തത് ഔട്ട്സൈഡ്, ഇൻസൈഡിന്റെ ഓപ്പോസിറ്റ് ആണ്. എക്സാമ്പിൾ, ദർ ഈസ് എ ബസ് സ്റ്റോപ്പ് ഔട്ട്സൈഡ് അവർ ഹൗസ്. അടുത്തത് ടിൽ അല്ലെങ്കിൽ അണ്ടിൽ, വരെ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പോയിന്റ് ഓഫ് ടൈമിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഐ ഷാൽ വെയിറ്റ് ടിൽ 9 o'clock. അണ്ടിൽ വെച്ചുകൊണ്ടൊരു ഉദാഹരണം പറയാം. ദ ഗവൺമെന്റ് വിൽ നോട്ട് പാസ് എനി ബിൽ അണ്ടിൽ ദ നെക്സ്റ്റ് സെഷൻ. അടുത്തത് ഡ്യൂറിംഗ്. ഡ്യൂറിംഗ് എന്ന് പറയുന്നത് സിമ്പിൾ പ്രിപ്പോസിഷൻ അല്ല, പാർട്ടിസിപ്പിൾ പ്രിപ്പോസിഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. സമയത്ത്, അതായത് ഒരു പ്രവൃത്തിയുടെ തുടക്കം മുതൽ അതിന്റെ അവസാനം വരെയുള്ള കാലയളവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്യൂറിംഗ്. അറ്റ് എ പോയിന്റ് ഇൻ ദ കോഴ്സ് ഓഫ് എന്ന സെൻസിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ സൺ ഗിവ്സ് അസ് ലൈറ്റ് ഡ്യൂറിംഗ് ദ ഡേ. അടുത്ത പ്രിപ്പോസിഷൻ ഇൻ ടു, ഡയറക്ഷൻ ടു ദ ഇൻസൈഡ്, അതായത് ഉള്ളിലേക്കുള്ള ചലനത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻ ടു. ഫോർ എക്സാമ്പിൾ, ഹി വാക്ക്ഡ് ഇൻ ടു ദ ക്യാബിൻ. അതേപോലെ ഇൻ ടുവിന്റെ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് കണ്ടീഷനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു കണ്ടീഷന്റെ മാറ്റത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ ടു ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ദ ടോഡ് ഹാസ് ചേഞ്ച്ഡ് ഇൻ ടു എ ഫ്രോഗ്. അടുത്തത് ഔട്ട് ഓഫ്. ഔട്ട് ഓഫിന് ധാരാളം ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ടു ഇൻഡിക്കേറ്റ് മൂവ്മെന്റ് ഓർ ഡയറക്ഷൻ ടു എ പോയിന്റ് ഔട്ട്സൈഡ്, ഒന്ന് പുറത്തേക്ക് എന്നുള്ള അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒന്ന് ഔട്ട് ഓഫ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഷീ കെയിം ഔട്ട് ഓഫ് ദ റൂം. രണ്ടാമത്തത് ഇൻ, ഉള്ളിൽ എന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, പുറത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഫിഷ് കനോട്ട് ലിവ് ഔട്ട് ഓഫ് വാട്ടർ. അടുത്തത് ഒരു കാരണത്തെ, ഒരു കോസിനെ അല്ലെങ്കിൽ ഒരു മോട്ടീവിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ഔട്ട് ഓഫ്.
എക്സാമ്പിൾ ഹി ഡിഡ് ഇറ്റ് ഔട്ട് ഓഫ് മിസ്ചീഫ്. അടുത്ത ഉപയോഗം ഒരു കണ്ടീഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ പേഷ്യന്റ് ഈസ് ഔട്ട് ഓഫ് ഡേഞ്ചർ. അടുത്തത് ഫ്രം എന്ന മീനിങ്ങിൽ നമ്മൾ ഔട്ട് ഓഫ് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ദിസ് ഡ്രസ് വാസ് മെയ്ഡ് ഔട്ട് ഓഫ് ഓൾഡ് ക്ലോത്ത്സ്. അടുത്തത് നമ്മൾ ഫ്രേസ് പ്രിപ്പോസിഷനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രേസ് പ്രിപ്പോസിഷനും അവിടെ മീനിങ്ങും. അതായത് ഫ്രേസ് പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം വാക്കുകൾ ചേർന്നുകൊണ്ട് പ്രിപ്പോസിഷന്റെ റോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫ്രേസ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് വരിക പലപ്പോഴും ഒരു കൂട്ടം വാക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു വാക്ക് മിസ്സാക്കിയിട്ട് തരികയാണ് ചെയ്യുന്നത്. അതിലേക്ക് കടക്കാം നമുക്ക്. അക്കോർഡിംഗ് ടു അർത്ഥം മനസ്സിലാക്കുക. അനുസരിച്ച്, പ്രകാരം എന്നൊക്കെയാണ് അർത്ഥം. പരീക്ഷയ്ക്ക് ഇപ്പം വരിക അക്കോർഡിംഗ് ഡാഷ് എന്നൊക്കെയാണ് വരിക. അപ്പൊ നമ്മൾ അവിടെ അക്കോർഡിംഗ് ടു എന്ന് എഴുതണം. രണ്ടാമത്തത് ഇൻ റിഗാർഡ് ടു, ഒന്നിനെ സംബന്ധിച്ച് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. വിത്ത് എ വ്യൂ ടു, വേണ്ടി, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി എന്നൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വിത്ത് റെഫറൻസ് ടു, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇൻ ഓർഡർ ടു, അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി എന്ന് ഉപയോഗിക്കുന്നു. ബൈ വെർച്യു ഓഫ്, അതുകൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ കേസ് ഓഫ്, അങ്ങനെയായാൽ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ ഫേവർ ഓഫ്, അതിനു വേണ്ടി അല്ലെ അനുകൂലമായ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻസ്റ്റഡ് ഓഫ്, പകരമായി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ സ്പൈറ്റ് ഓഫ്, എങ്കിൽ പോലും എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ കോംപ്ലിമെന്റ് വിത്ത്, താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. താരതമ്യം ചെയ്താൽ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അലോങ് വിത്ത്, കൂടെ. ഇൻ കംപ്ലൈൻസ് വിത്ത്, അനുസരിച്ചുകൊണ്ട്, നടപ്പിലാക്കിക്കൊണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ അക്കോർഡൻസ് വിത്ത്, പ്രകാരം, അതുപ്രകാരം എന്നൊക്കെ പറയുന്നു. എവേ ഫ്രം, അകലെ. ബിക്കോസ് ഓഫ്, കാരണത്താൽ. ഇൻ കോൺസിക്വൻസ് ഓഫ്, അതിനാൽ. എസ് എ റിസൾട്ട് ഓഫ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഇൻ ഫ്രണ്ട് ഓഫ്, മുൻപിൽ എന്ന് പറയുന്നു. ഓൺ ബിഹാഫ് ഓഫ്, വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. മറ്റൊന്നിനു വേണ്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഓൺ അക്കൗണ്ട് ഓഫ്, ആയതിനാൽ. ഇൻ ലിയോ ഓഫ്, പകരമായി. അടുത്ത നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. അതിലൊന്ന് ബോൺ ഇൻ, അതേപോലെ തന്നെ ബോൺ ഓഫ്. ബോണിന്റെ കൂടെ ഇന്ന് വെക്കേണ്ടത് നമ്മൾ ഇന്ന ഫാമിലിയിൽ ജനിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ബോൺ ഇൻ എന്ന് പറയുക. ബോൺ ഓഫ് എന്ന് പറഞ്ഞാൽ ബോണിന്റെ കൂടെ ഓഫ് ഉപയോഗിക്കുക. പേരൻസിനെ കുറിച്ച് വെളിപ്പെടുത്തുന്ന സമയത്താണ് ബോൺ ഓഫ്. ബോൺ ഓഫ് പുവർ പേരൻസ് എന്നൊക്കെയാ പറയാം. ബോൺ ഇൻ എ അരിസ്റ്റോക്രാറ്റിക് ഫാമിലി എന്നൊക്കെയാണ് നമ്മൾ പറയുക. അതേപോലെ മറ്റൊന്ന് ഓൺ ടൈം, ഇൻ ടൈം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് എന്നാണ്. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ സമയത്തിന് മുൻപേ എന്നാണ്. അതേപോലെ കൺസിസ്റ്റ് ഓഫ്, കൺസിസ്റ്റ് ഇൻ. കൺസിസ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിലെ മുഴുവൻ ഘടകങ്ങളെ കുറിച്ചും പറയുമ്പോഴാണ് നമ്മൾ കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുക. എന്നാൽ ഒരു ഉൽപ്പന്നത്തിലെ ഭാഗികമായിട്ടുള്ള ഘടകങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് കൺസിസ്റ്റ് ഇൻ എന്ന് പറയുക. അതേപോലെ എഗ്രി എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ആണ് വിത്തും അതേപോലെ തന്നെ ടൂം. എഗ്രി വിത്ത് എന്നും പറയും, എഗ്രി ടു എന്നും പറയും. എഗ്രി വിത്ത് എ പേഴ്സൺ, ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോഴാണ് എഗ്രി വിത്ത് എന്ന് പറയുക. എന്നാൽ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ ഒക്കെ പറയുമ്പോഴാണ് നമ്മൾ എഗ്രി ടു എന്ന് പറയാം. എഗ്രി ടു എ തിങ് അല്ലെങ്കിൽ എഗ്രി ടു എ പ്രൊപ്പോസൽ എന്നാണ്. അതേപോലെ ആംഗ്രി വിത്ത് എന്ന് പറയാറുണ്ട്, ആംഗ്രി അറ്റ് എന്ന് പറയാറുണ്ട്. ആംഗ്രി വിത്ത് എന്ന് പറയുന്നത് ഒരു പേഴ്സണെ കുറിച്ച് പറയുമ്പോഴാണ് ആംഗ്രി വിത്ത് എ പേഴ്സൺ. ആംഗ്രി അറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് ആംഗ്രി അറ്റ് എ തിങ്. അതേപോലെ ഡൈഡിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡൈഡ് ഓഫ്, ഡൈഡ് ഫോർ, ഡൈഡ് ഇൻ. ഡൈഡ് ഓഫ് എന്ന് പറയുന്നത് ഡിസീസിനെ കുറിച്ച് പറയുമ്പോഴാണ്, അതായത് മരണകാരണ രോഗമാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡൈഡ് ഓഫ് എന്ന് ഉപയോഗിക്കുന്നത്. ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടി മരണം വരിക്കുമ്പോഴാണ് നമ്മൾ ഡൈഡ് ഫോർ എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അപകട മരണങ്ങളൊക്കെ ആക്സിഡന്റ് ഒക്കെ ആവുമ്പോഴാണ് ഡൈഡ് ഇൻ എന്ന് പറയുന്നത്. അതേപോലെ കോളറ്റ്, കോൾ ഓൺ. കോളറ്റ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തെ സന്ദർശിക്കുമ്പോഴാണ് നമ്മൾ കോളറ്റ് എന്ന് ഉപയോഗിക്കുക. കോൾ ഓൺ എന്ന് ഉപയോഗിക്കുക ഒരു വ്യക്തിയെ സന്ദർശിക്കുന്ന സമയത്താണ്. അതേപോലെ തന്നെ അപ്പോളജൈസ് ഫോർ എന്നുണ്ട്, അപ്പോളജൈസ് ടു എന്നുണ്ട്. അപ്പോളജൈസ് ഫോർ എന്ന് പറയുന്നത് അപ്പോളജൈസ് ഫോർ സംതിങ് എന്നുള്ള സെൻസിലാണ്. അപ്പോളജൈസ് ടു എന്ന് പറയുന്നത് ടു സംവൺ എന്നുള്ള അർത്ഥത്തിലാണ്. അതേപോലെ കോറൽ വിത്ത് ഉണ്ട്, കോറൽ ഓവർ ഉണ്ട്, കോറൽ ബിറ്റ്വീൻ ഉണ്ട്. കോറൽ വിത്ത് എ പേഴ്സൺ എന്ന സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുക. കോറൽ ഓവർ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോഴാണ്. കോറൽ ഓവർ എ തിങ് ആണ്. കോറൽ ഓവറിന് പകരം നമ്മൾ കോറൽ അബൌട്ടും ഉപയോഗിക്കാറുണ്ട്, കോറൽ അബൌട്ട് എ തിങ് എന്നും ഉപയോഗിക്കാറുണ്ട്. കോറൽ ബിറ്റ്വീൻ എന്ന് പറയുന്നത് ടു പേഴ്സൺസ് വരുമ്പോഴാണ്, രണ്ട് വ്യക്തികൾ വരുമ്പോഴാണ് കോറൽ ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അതേപോലെ എബൈഡ് ബൈ ഉണ്ട്, എബൈഡ് അറ്റും അല്ലെങ്കിൽ എബൈഡ് ഇന്നും ഉണ്ട്. എബൈഡ് ബൈ എന്ന് പറയുന്നത് ഒരു പ്രോമിസ് അല്ലെങ്കിൽ റൂൾ ഒക്കെ വരുമ്പോഴാണ്. എബൈഡ് അറ്റ് അല്ലെങ്കിൽ എബൈഡ് ഇൻ എന്നൊക്കെ പറയുന്നത് സ്ഥലത്തെ കുറിച്ച് പറയുമ്പോഴാണ്. അതേപോലെ ഫൈറ്റ് ഫോർ ഉണ്ട്, ഫൈറ്റ് വിത്ത് ഉണ്ട്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ഉണ്ട്. ഫൈറ്റ് ഫോർ എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പറയുമ്പോഴാണ്. ഫൈറ്റ് ഫോർ എ കോസ്, കോസ് എന്ന് പറയുമ്പോൾ ലക്ഷ്യമാണ്. ഫൈറ്റ് വിത്ത് എന്ന് പറയുന്നത് എ പേഴ്സൺ ആണ് അല്ലെങ്കിൽ വെപ്പൺ ആണ്. ഫൈറ്റ് അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് ഡിസീസ് ആണ്, ഡിസീസ്. അതേപോലെ തന്നെ ഡീൽ ഇന്നും ഉണ്ട്, ഡീൽ വിത്തും ഉണ്ട്. ഡീൽ ഇൻ എന്ന് പറയുന്നത് ഒരു ട്രേഡിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഡീൽ വിത്ത് എന്ന് പറയുന്നത് ഒരു മാറ്ററിനെ കുറിച്ച് പറയുമ്പോഴാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പ്രിപ്പോസിഷൻ ആണ്. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വരുന്നതാണ്. പ്രിപ്പോസിഷൻ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു പാർട്ടായിട്ട് വരുന്നതാണ്, ആശയക്കുഴപ്പം ഉണ്ടാവുന്നതാണ്. വളരെ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മൂന്നാമതൊരു പ്രിപ്പോസിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിസിപ്പിൾ പ്രിപ്പോസിഷൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്യൂറിംഗ് ആണ്. അത് നമ്മൾ പറഞ്ഞു. അല്ലാത്തതൊന്നും അങ്ങനെ വരാറില്ല. അഥവാ വന്നാൽ തന്നെ അതിനുള്ളൊരു വാക്ക് ചോദിച്ചിട്ട് അതെന്താണ്, ഏത് വിഭാഗത്തിൽ പെടുന്നതാണെന്നാണ് ചോദിക്കുക. പാർട്ടിസിപ്പിൾ പ്രിപ്പോസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോട്ട് വിസ്റ്റാൻഡിങ്, റിഗാർഡിങ്, പെൻഡിങ് എന്നൊക്കെയുള്ള വാക്കുകളാണ് പാർട്ടിസിപ്പിൾ പ്രിപ്പോസിഷനിൽ വരാറുള്ളത് എന്ന് ഓർത്ത് വയ്ക്കുക. ഇതോടുകൂടി നമ്മുടെ പ്രിപ്പോസിഷൻ കഴിഞ്ഞു. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.